നമ്മുടെ രാജ്യം വെന്റിലേറ്ററിലാകും. ഇടതിന്റെ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. പുതിയ പരസ്യവാചകം, നല്ല പഞ്ച് ഡയലോഗ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ. ഈനാമ്പിച്ചിയും എലിപ്പെട്ടിയും ചിഹ്നം ഒന്നും കിട്ടാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ചിഹ്നം നഷ്ടപ്പെട്ട് പോകാതിരിക്കാനോ ആണ് ഈ മത്സരം വിജയിക്കണമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച് ഡയലോഗുമായി വോട്ട് തേടി ഇറങ്ങിയിരിക്കുന്നത്. LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്തായാലും കേരളം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ശരിയാക്കേണ്ടത് ഇന്ത്യയാണ്. അല്ല, ഇന്ത്യയെ ഇനി എങ്ങനെ ശരിയാക്കാനാണ് മുഖ്യന്റെ ഉദ്ദേശം? പറയുന്നതിന് മുൻപ് തന്നെ മൈക്ക് വരെ കൂവി. എന്താ മുഖ്യ, നിങ്ങൾക്ക് മാത്രം ഈ ഗതി വരണേ? അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി. ഇനി ആരും പറയരുത് ഈ ചിരി കണ്ടില്ലെന്ന്. ഈ ചിരി ഓഫർ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രം ഉള്ളതാണ് കേട്ടോ. LDFന്റെ ഇലക്ഷൻ പ്രചരണം ഇങ്ങനാണെങ്കിൽ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊടി വരെ ഉപേക്ഷിച്ചാണ് നമ്മുടെ കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രചരണം. വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് മാറ്റിപ്പിടിച്ചപ്പോൾ എന്തൊക്കെ അപവാദങ്ങളാ. ലീഗിന്റെ കൊടി കിട്ടിയില്ല, കോൺഗ്രസിന്റെ കൊടി കിട്ടിയില്ല. വെറൈറ്റിക്ക് വേണ്ടി സ്വന്തം പാർട്ടിയുടെ കൊടി വരെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ വിശാല മനസ്സിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ കുറ്റം പറയാതിരുന്നൂടെ? പറഞ്ഞ് എന്തായാലും ഒടുവിൽ പച്ചക്കൊടി പാറി. വയനാട്ടിൽ തന്നെ പാറി. പക്ഷെ പാറിച്ചത് UDF നേതാക്കളല്ലെന്ന് മാത്രം. This is the flag of the INL. തീർന്നിട്ടില്ല കേട്ടോ. LDFന്റെ ഘടകകക്ഷിയായ INLന്റെ കൊടിയും പിടിച്ചുകൊണ്ട് നിന്ന് UDF നേതാക്കളുടെ നെഞ്ചിൽ കുത്തിക്കൊണ്ടൊരു പ്രസംഗമല്ലായിരുന്നു പിന്നീട് വൃന്ദാക്കാരായിട്ട് പാസ്സാക്കിയത്. Why Congress leaders, in the nomination of your leader Rahul Gandhi, why did you hide the green flag of the UDF? Why the Pacha Kodi was not there? What about Amethi and Raebareli? Are the Congress leaders going to desert Amethi and Raebareli? ഇതൊക്കെ എങ്ങനെ നമ്മുടെ ലീഡേഴ്സ് സഹിക്കുമോ എന്തോ. സ്വന്തം പാർട്ടിയുടെ കൊടി പോലും ഉപയോഗിക്കാൻ കഴിയാതെ വിഷമത്തിലിരിക്കുമ്പോഴാ ഇടുത്തി പോലെ വൃന്ദാകാരാട്ടിന്റെ എൻട്രി. നിങ്ങൾക്കിവിടെ കേരളത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പക്ഷെ നമ്മുടെ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയാണോ? ലീഗിന്റെ കൊടി കണ്ടിട്ട് ഇനി ദേശീയ തലത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ വോട്ട് പറഞ്ഞാലോ? ഇത്തവണ പതാക ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിജയിക്കുമോ എന്ന് നോക്കട്ടെ എന്നാണ് കോൺഗ്രസുകാരുടെ വാദം. എന്തായാലും രണ്ട് പാർട്ടിക്കാരും വെറൈറ്റി പിടിച്ച സ്ഥിതിക്ക് BJP ഒട്ടും പിന്നിലേക്ക് പോയില്ല. വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ. കാരണം എന്നും എപ്പോഴും ഒരു നല്ല ജീവിതം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബമായി കഴിഞ്ഞിട്ടും ഇപ്പം മക്കൾ, ഇപ്പം ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു കലാകാരനായിട്ട് നിന്നു, സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നു. മക്കളും ഇതേപോലെ സ്ക്രീൻ രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നപ്പോൾ ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു. അങ്ങനത്തെ പദവികൾ സ്വീകരിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്ട്രഗിളറായിരുന്നു പലപ്പോഴും. ഓഫ്കോഴ്സ് സീരിയൽ മേഖലയിൽ സക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കൾ വന്നപ്പോഴും നമ്മുടെ മലയാളി സഹോദരങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഭൂമിയിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർ നമ്മുടെ മക്കളെയും സ്വീകരിച്ചു, സ്നേഹിച്ചു, അവർക്ക് ഒരു അംഗീകാരം കൊടുത്തു. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് ഭാഗ്യമായി വന്നിരിക്കുന്നത് വെച്ചാൽ ഇവരെ ധാരാളം പേർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവരും പറഞ്ഞു, അച്ഛൻ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാണ്, അവസാന ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ ഞങ്ങൾ വേണ്ട രീതിയിൽ അച്ഛനെ സഹായിക്കാം, എങ്ങനെയൊക്കെ സഹായം വേണം ഞാൻ നിങ്ങളവിടെ വരിക, വന്ന് ഇവിടുത്തെ കൊല്ലം തിരിച്ചറിയണോ, കൊല്ലത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ വന്നിട്ട് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് എല്ലാവരും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ മക്കളുമായി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണകുമാർജി. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കാശ് കൊടുത്ത് മറ്റുള്ളവർ സിനിമാക്കാരെ ഇറക്കുമ്പോൾ തനിക്ക് വേണ്ടി ഇറങ്ങുക തൻ്റെ മക്കൾ തന്നെ ആകുമെന്നാണ് ഈ ഒരു ലൈൻ. എന്തായാലും മത്സരം കൊഴുക്കുകയാണ്.
ഒപ്പം പഴയ തന്ത്രങ്ങളൊക്കെ മാറ്റി പുത്തൻ അടവുകളുമായി നമ്മുടെ സ്ഥാനാർത്ഥികളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുത്തൻ തന്ത്രങ്ങളൊക്കെ എന്തൊക്കെ ആകാമെന്ന ആകാംക്ഷയോടെ കാണാം, കണ്ടുമുട്ടാം ഉടൻ തന്നെ.